എക്സ്ക്യൂസ് മീ. യെസ്. ഹലോ, ഞാൻ ശ്രീരാമകൃഷ്ണൻ, ASP ആണ്. ആ, എനിക്ക് വക്കീലിനെ ഒന്ന് കാണുമായിരുന്നു, പേഴ്സണലായിട്ട്. അപ്പൊ അതാണ് കാര്യം. എന്റെ പൊന്നെ ASP സാറേ, ഞാൻ ഈ കോട്ടിടാൻ തുടങ്ങിയിട്ടേ കൊല്ലം 30 980 മുണ്ടക്കയം പെൺവാണിഭ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായി തുടങ്ങിയതാ ഈ പരിപാടി. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇതുപോലുള്ള വധഭീഷണികൾക്കും തെറിവിളികൾക്കുമൊന്നും ഒരു പഞ്ഞവും ഉണ്ടായിട്ടില്ല. പേരുകേട്ട ഉന്മൂലനവാദ സംഘടനകൾ പലതും എന്നെ തട്ടുവന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഒരുത്തനും എന്റെ രോമത്തേലൊന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ സീരീസിൽ ഇതുവരെ 4 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം വെരി വെൽ പ്ലാൻഡ്. 5ാമത്തേതായി പറഞ്ഞു കേൾക്കുന്ന പേര് നിങ്ങളുടേതാണ്. അപ്പോ അത് നിങ്ങളെ അറിയിക്കുക എന്ന ചുമതല ന്യായമായി ഞങ്ങൾക്കുണ്ട്. ഓക്കെ. പക്ഷെ അതിന്റെ പേരിൽ വീട്ടിനുള്ളിൽ അടച്ചിരിക്കാനോ നാട് വിട്ടുപോകാനോ ഒന്നും എന്നെ കിട്ടത്തില്ല. എന്റെ ദിനകൃത്യങ്ങളിൽ ഒരെണ്ണം പോലും മാറ്റിവെക്കാനും ഞാൻ തയ്യാറല്ല. അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണിച്ചു കൊള്ളണമെന്ന് കേരള പോലീസിൽ ആർക്കും ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഈ നാട്ടിലെ നിയമവാഴ്ചയെ വട്ടം കറക്കിയ ഈ കൊലപാതക പരമ്പരയിൽ ഇനി ഒന്നുകൂടി സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. 30 വർഷങ്ങൾക്കിടെ ഐസക് പണിക്കർ സുദക്ഷിണ കേസ് ഉൾപ്പെടെ 50-ലധികം കോളിളക്കം സൃഷ്ടിച്ച കേസുകൾ, മിക്കതിലും എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള വലിയ വലിയ വിജയങ്ങൾ. ഇതാണ് അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ കരിയർ ഹിസ്റ്ററി. ഇതിൽ നിന്നും നമ്മൾ എവിടെ തുടങ്ങും സർ? നാരായണൻ തമ്പി വാദിച്ച് വിജയം കണ്ട കേസുകളിൽ നിന്നും സംശയം തോന്നുന്ന പേരുകൾ ചേർത്ത് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് 3ആയി പകുത്ത് നമ്മൾ 3 പേരും 3 വഴികളിൽ അന്വേഷണം തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നാരായണൻ തമ്പി വാദിച്ച് വിജയിച്ച ഒരു കൃഷ്ണമൂർത്തി മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് ആണത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന കൃഷ്ണമൂർത്തിയെ അവന്റെ സീനിയേഴ്സ് ചേർന്ന് റാഗ് ചെയ്ത് കൊന്നു എന്നാണ് കേസ്. ഇതിൽ കൃഷ്ണമൂർത്തിയുടെ ജ്യേഷ്ഠനായ ഒരു രാമാനുജനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. കേസ് നടക്കുമ്പോഴും അതിനുശേഷവും പ്രതികളെയും പ്രതിഭാഗം വക്കീലായിരുന്ന നാരായണൻ തമ്പിയെയും അയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ രാമാനുജൻ എവിടെയുണ്ട്, എന്തു ചെയ്യുന്നു? നാരായണൻ തമ്പിയോടുള്ള പഴയ വിദ്വേഷം അയാൾക്കിപ്പോഴുമുണ്ടോ? ഈ രീതിയിലാകണം നമ്മുടെ അന്വേഷണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഊഹങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് കൂട്ടിനുള്ളത്. അതുകൊണ്ട് ചെറിയ ചെറിയ പിഴകൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരും. ശത്രുക്കളെന്നും വധഭീഷണി എന്നൊക്കെ പറയുന്നത് എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ പ്രൊഫഷന്റെ പുറത്ത് മാത്രം പഴിചാരി ഒഴിയാതെ വക്കീലെ, ഞാൻ കണ്ടിരുന്നു നിങ്ങളുടെ കരിയർ ഹിസ്റ്ററി. കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറ്റെടുത്ത ഒരൊറ്റ കേസിൽ പോലും നേരിന്റെ ഭാഗത്ത് നിങ്ങളുണ്ടായിട്ടില്ല. സത്യത്തെ വളച്ചൊടിക്കുകയും നിയമത്തെ കബളിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ ഗൂഢമായ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ലൈക്ക് എ ബോൺ ക്രിമിനൽ. സംശയം തോന്നുന്ന എന്തുണ്ടായാലും അത് അപ്പം തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഹലോ സർ, ആ കൃഷ്ണമൂർത്തിയുടെ സഹോദരൻ രാമാനുജനെ ഞാൻ കണ്ടു. അയാളിപ്പോ തെക്കേക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇല്ല സർ, സംശയിക്കത്തക്കതായി ഞാനൊന്നും കണ്ടില്ല. Okay, then leave him and go to the next. ഹലോ ശ്രീ, നീ അന്ന് ചോദിച്ചില്ലേ ഒരു അനിരുദ്ധനെ കുറിച്ച്? എടാ, അന്തിപത്രത്തിന്റെ റിപ്പോർട്ടർ, അവന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എപ്പോഴാ നീ ഫ്രീ ആവുന്നേ? അത് ഞാൻ നിന്നെ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ആ, എന്താടാ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ്? വഴിക്ക് എവിടെങ്കിലും വെച്ച് പഴയ കക്ഷികളെ ആരെങ്കിലും കണ്ടോ? ഹേയ്, അതൊന്നുമല്ല, പറയാം.
3 വഴികളിലായി അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ ശത്രുക്കളെ അന്വേഷിക്കുകയായിരുന്നു ബർസോമും കബീറും ഞാനും ഇതുവരെ. പലരെയും കണ്ടു. കൂട്ടത്തിൽ അയാൾ ആദ്യമായി വാദിച്ച് വിജയിച്ച മുണ്ടക്കയം പെൺവാണിഭ കേസിന് പിറകെയും ഞാനൊന്ന് പോയി നോക്കി. 1980 നടന്ന സംഭവം. മേരി പൗലോസ് എന്ന 20-കാരി പെൺകുട്ടിയെ സർക്കാർ ഉദ്യോഗം വാഗ്ദാനം ചെയ്ത് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് കേസ്. അന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവടക്കം 19 പ്രതികൾ. കേസിന്റെ വിധി വന്ന് കുറച്ചു നാളുകൾക്കുള്ളിൽ മേരി മരിച്ചു. അധികം വൈകാതെ അവളുടെ അപ്പച്ചനും അമ്മച്ചിയും പോയി. മുണ്ടക്കയത്തെ ഇടവകപ്പള്ളിയിലെത്തിയ എനിക്ക് ആകെ കാണാൻ സാധിച്ചത് സിമിത്തേരിയിലെ അവരുടെ കല്ലറകൾ മാത്രമായിരുന്നു. പക്ഷേ പള്ളി വികാരിയുടെ ഓർമ്മകളിൽ നിന്നും എനിക്ക് പുതുതായി മറ്റൊന്നുകൂടി അറിയാൻ സാധിച്ചു. പീഡനത്തിൽ മേരി ഗർഭിണിയായി. കോടതിയിൽ കേസ് നടക്കുമ്പോൾ അവൾ പ്രസവിച്ചു. മേരിയുടെ മകനെയും തേടി യാത്ര തിരിച്ച ഞാൻ ആദ്യമെത്തിയത് കന്യാഗിരി ഓർഫനേജിലായിരുന്നു. അവിടെ നിന്ന് അവൻ 10ാം ക്ലാസ് വരെ പഠിച്ച സെന്റ് അലോഷ്യസ് സ്കൂളിൽ. ആ മകൻ ആരെന്നറിയാൻ ഇനി ഞാൻ എത്തേണ്ടിയിരുന്നത് ഈ ക്യാമ്പസിലായിരുന്നു. അതും അവൻ പഠിച്ച ഈ ക്ലാസ് റൂമിൽ. പറ, പെറ്റിട്ട തള്ളയ്ക്ക് പോലും പാതി ജീൻ ആരുടേതെന്ന് പറയാൻ പറ്റാത്ത മേരി പൗലോസിന്റെ ആ മകൻ നീയല്ലേ? ശ്രീ, ഞാൻ ഓർഫനേജിലെയും സ്കൂളിലെയും റെക്കോർഡ് ബുക്കുകളിലെ മിലൻ പോൾ എന്ന പേര് കണ്ട് അത് നീ ആവരുത് എന്ന് ഈ നിമിഷം വരെ പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. ഈ ക്ലാസ് റൂമിൽ വെച്ചാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, ഒപ്പം കൂട്ടുന്നത്. എന്നിട്ട് എപ്പോഴോ നീ ഒരു അനാഥനാണെന്ന് അറിഞ്ഞപ്പോ ഒരു സുഹൃത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നത്. എന്നിട്ടും നീ എന്നെ... ശ്രീ, ഞാൻ പറയുന്നത് കൂടെ നീ ഒന്ന് കേക്ക്. എന്താ നിനക്ക് പറയാനുള്ളത്? ആ മിലൻ പോൾ നീ അല്ലെന്നോ? അല്ല. സ്കൂളിലെയും ഓർഫനേജിലെയും റെക്കോർഡ്സിൽ നീ കണ്ട പേര് എൻ്റെ തന്നെ. ഒരു കാലത്ത് ഇവിടുത്തെ പത്രങ്ങളും ജനങ്ങളും മുണ്ടക്കയം പെൺകുട്ടിയെ നോമന പേരിട്ട് വിളിച്ച മേരി പൗലോസിന്റെ മകൻ. കുറച്ചു മുമ്പ് നീ വിശേഷിപ്പിച്ച പോലെ എ റിയൽ ബാസ്റ്റർഡ്. മതി. ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ കൊലയാളിയാകാൻ പോകുന്ന ഞങ്ങൾ അന്വേഷിക്കുന്ന 5-ാമൻ അത് നീയാണോ? അതെ. അപ്പൊ ഇത്രയും നാള് കൂടെ നടന്ന് ചതിക്കായിരുന്നു അല്ലടാ? ഇല്ല ശ്രീ, നിന്റെ മുഖത്ത് നോക്കി 1 ഇഞ്ച് പോലും പതറാതെ എനിക്ക് പറയാൻ കഴിയും ഞാൻ നിന്നെ ഒരു വിധത്തിലും ചതിച്ചിട്ടില്ലാന്ന്. ഒക്കെ നീ അറിഞ്ഞു എന്ന് മനസ്സിലായിട്ടും എല്ലാം നിന്നോട് തുറന്നു പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴുള്ള ഏറ്റുപറച്ചിൽ അല്ലേ? നിനക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ദുഷ്ടനെന്നോ ചതിയനെന്നോ എന്നെ വിളിക്കാം. എല്ലാം പക്ഷേ എനിക്ക് പറയാനുള്ളതൂടെ കേട്ടിട്ട്. നീ പറഞ്ഞതുപോലെ 19 പേരുൾപ്പെട്ട പീഡനത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കേരളം ആദ്യമായി ആഘോഷിച്ച സ്ത്രീ പീഡന കേസിന്റെ വാദം കോടതിയിൽ നടക്കുമ്പോൾ അവരെന്നെ പ്രസവിച്ചു. കറുത്ത കൂട്ടും കാക്കിയുടുപ്പും കണ്ടു വളർന്ന ശൈശവവും ബാല്യത്തിന്റെ ആരംഭവും ഊണും ഉറക്കവും കോടതി വരാന്തയിൽ. അവർക്ക് നിങ്ങൾ മനഃപൂർവ്വം വഴങ്ങി കൊടുത്തത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. അവരെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യാനും ലാറ്റ് ചെയ്യാനുമായിരുന്നു. കോടതി മുറിക്കുള്ളിൽ സ്വന്തം മാനം ചവിട്ടി മെതിക്കപ്പെടുമ്പോഴുള്ള പെണ്ണിന്റെ വേദന എന്താണെന്ന് ഞാൻ ആദ്യമായി അറിയുന്നത് എൻ്റെ അമ്മയുടെ നിലവിളികളിലൂടെ. ഇന്നും എന്നെ പിന്തുടരുന്ന നിലവിളികൾ. നാരായണൻ തമ്പി എന്ന മിടുക്കനായ വക്കീലിന്റെ സമർത്ഥമായ പെർഫോമൻസിൽ പ്രതികളെല്ലാം നിരുപാധികം വിട്ടയക്കപ്പെട്ടു. അതിനുശേഷം ഏതാണ്ട് ഒരു 2 മാസം കൂടിയേ എൻ്റെ അമ്മ ജീവിച്ചിരുന്നുള്ളൂ. വീടിനടുത്തൊരു തോട്ടത്തിലെ കൂലിപ്പണിക്കാരായിരുന്നു വല്യപ്പച്ചനും വല്യമ്മച്ചിയും. പണിയെടുത്ത് കഴിയാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടതോടെ അവർക്ക് ഞാനൊരു ഭാരമായി മാറി. അങ്ങനെയിരിക്കെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാർ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയായിരുന്നു എന്നെയും കൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരം, സർക്കാരിന്റെ ദയ പിടിച്ചു പറ്റാൻ.
ദയ പിടിച്ചു പറ്റാനായില്ലെങ്കിലും പോലീസുകാരുടെ തല്ലിന്റെ ചൂട് ഞങ്ങൾ മൂന്നാളൊന്ന് ശരിക്കും അറിഞ്ഞു. ആ സംഭവം നടന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വല്യപ്പച്ചൻ പോയി. അധികം വൈകാതെ വല്യമ്മച്ചിയും. അങ്ങനെ ഞാൻ കന്യാഗിരി ഓർഫനേജിലെത്തുന്നത്. പഠിക്കാൻ മോശമല്ലാത്തതുകൊണ്ടാവാം ഓർഫനേജിലെ വാർഡനച്ഛൻ എന്നെ സഭയുടെ കീഴിലുള്ള സെന്റ് ലൂഷ്യസ് സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചത്. കൂട്ടുകാരും പഠിത്തമൊക്കെ ആയപ്പോൾ ഞാൻ കഴിഞ്ഞതൊക്കെ കുറേശ്ശെ മറന്നു തുടങ്ങി. മാത്രമല്ല, എല്ലാം തുറന്നു പറയാൻ എനിക്ക് അവിടെ ഒരു കൂട്ടുകാരിയെയും കിട്ടി. കണ്ണുകളിൽ കൗതുകം ഒളിപ്പിച്ച ആ പെൺകുട്ടി എനിക്ക് ആരായിരുന്നു എന്ന് ഇന്നും നിർവചിക്കാനാവുന്നില്ല. ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയവൾ പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. ക്രൂരമായ പീഡനത്തിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ആരായിരുന്നു എന്ന് ശ്രീക്കറിയാമോ? സുദക്ഷണ. ദക്ഷയുടെ? അതെ, ദക്ഷയുടെ ചേച്ചി.